ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരുടെയും മുഖത്തൊരു ബ്യൂട്ടിഫുൾ സ്മൈല് വിടരട്ടെ. അപ്പോ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് നേടാൻ പറ്റുമോ എന്ന് നോക്കാം അല്ലെ. അപ്പൊ ഈ ക്ലാസ്സിലൂടെ നിജമ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നേടിയത് എന്നുള്ള സീക്രട്സും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യം നേടാൻ സഹായിക്കുന്ന ഒരു ചലഞ്ചും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ തരുന്നുണ്ട്. അപ്പൊ എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് ഫുള്ള് ക്ലാസ് കേട്ടിരിക്കാം. ഓക്കെ, അപ്പോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ വളരെ സിമ്പിൾ ആണ്. അതായത് യു അട്രാക്ട് വാട്ട് യു തിങ്ക് അബൌട്ട് ദ മോസ്റ്റ്. നിങ്ങൾ എപ്പോഴും എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതിനെ നിങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു എന്നാണ് ആകർഷണ നിയമം പറയുന്നത്. അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ നിരന്തരം എന്ത് ചിന്തിക്കുന്നുവോ. ചില ആളുകൾ നിരന്തരം ലൈഫിലെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? കൂടുതൽ കൂടുതലായിട്ട് പ്രശ്നങ്ങളെ അവരവരുടെ ലൈഫിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങള് സമ്പത്തിനെ കുറിച്ചും സമാധാനത്തെ കുറിച്ചും സക്സസിനെ കുറിച്ചും നിരന്തരം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതെല്ലാം നേടാനായിട്ട് പറ്റും. ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനിലൊന്നും വിശ്വാസമില്ല. ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ലോ ഓഫ് ഗ്രാവിറ്റി, ചിലർ പറയാം ഞങ്ങൾക്ക് ലോ ഓഫ് ഗ്രാവിറ്റിയിലൊന്നും വിശ്വാസമില്ല. അപ്പൊ നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ലോ ഓഫ് ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് താഴെ, നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയാൽ അത് താഴേക്ക് പോകുള്ളൂ, എന്തായാലും മുകളിലേക്ക് പോകില്ല. ന്യൂട്ടന്റെ ആപ്പിൾ എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. അപ്പൊ അതുപോലെ ഗുരുത്വാകർഷണം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേ ഗുരുത്വാകർഷണം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ലോ ഓഫ് ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ ലോ ഓഫ് അട്രാക്ഷന് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ലോയാണ്. ഇപ്പൊ നിങ്ങളൊരു ചുമന്ന കാറ് വാങ്ങണം എന്ന് ചിന്തിക്കുമ്പോൾ നിരന്തരം ഇങ്ങനെ ചിന്തിക്കണം, ഒരു റെഡ് കളറിലെ കാറ് വാങ്ങണം. പിന്നെ നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങി എവിടെ തിരിഞ്ഞു നോക്കിയാലും നിങ്ങൾക്ക് റെഡ് കാറുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിക്കും. അതായത് നമ്മള് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഫോക്കസിന്റെ പവറാണ്. വാട്ട് എവർ യു ഫോക്കസ് ഓൺ എക്സ്പാൻസ്. എന്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത് അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നിരന്തരം ലൈഫിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് നമ്മുടെ ലൈഫിലേക്ക് ആകർഷിക്കും. അതുകൊണ്ടാണ് എപ്പോഴും സന്തോഷമായിരിക്കണം. ഇന്നിപ്പോ ടീച്ചർ ഒരു സ്ഥലത്ത് പോയേക്കായിരുന്നു. പോയിട്ട് തിരിച്ചു വന്നപ്പോ മോനെ കാറിൽ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, എന്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു നിന്റെ അമ്മ എങ്ങനെയാടാ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ ചിരിച്ച മുഖത്തോടെ, എന്തെല്ലാം ക്ലാസ്സുകളും കാര്യങ്ങളും തിരക്കുകളും ഉണ്ട് എന്നാലും എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നത്, എന്താ അതിന്റെ സീക്രട്ട് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്ത് പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ എപ്പോഴും അമ്മ എല്ലാ ദിവസവും മെഡിറ്റേഷനും യോഗയും പ്രാക്ടീസും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് ആ ഒരു ഹാപ്പിനെസ് നിലനിർത്താൻ പറ്റുന്നത് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ സന്തോഷത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലൈഫിൽ സന്തോഷം വർദ്ധിക്കും. നിങ്ങൾ എപ്പോഴും നല്ല ചിരിച്ച മുഖത്തോടെ ഇരിക്കുക. നിങ്ങള് ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഓർത്ത് കരഞ്ഞു വിഷമിച്ചുകൊണ്ടിരുന്നാൽ കൂടുതൽ കൂടുതൽ കരയാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ എന്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ 4 വർഷം കൊണ്ട് ഞാൻ നെഗറ്റീവ് ആയിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ 4 വർഷത്തിന് മുമ്പ് ഞാൻ നെഗറ്റീവ് ആയിരുന്ന സമയത്ത് എന്നും എന്റെ ലൈഫിൽ ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം മാറും. അന്ന് എനിക്കറിയില്ല എന്റെ ഈ ആവശ്യമില്ലാത്ത ചിന്തകളായിരുന്നു ഈ പ്രശ്നത്തെ എന്റെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞ് എപ്പോഴും സന്തോഷമായിരിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ സന്തോഷിക്കാനുള്ള കാര്യങ്ങളാണ് ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വാട്ട് എവർ യു ഫോക്കസ് ഓൺ എക്സ്പാൻസ്. നമ്മൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അത് എക്സ്പാൻഡ് ചെയ്യും. ഇപ്പോ നമുക്ക് വേണ്ടതിലേക്ക് ഫോക്കസ് ചെയ്യും. ഇപ്പൊ ടീച്ചർ റീസെന്റ് ആയിട്ട് നമ്മുടെ BMW X7 മാനിഫെസ്റ്റ് ചെയ്തു. അതെങ്ങനെയാ മാനിഫെസ്റ്റ് ചെയ്തത്?
എന്നുള്ള സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കാറ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ചെയ്തത് കാറിന്റെ ഷോറൂമിൽ പോയിട്ട് കാറ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ആ കാറിന്റെ അകത്ത് കയറി ഈ കാറ് നമ്മുടെ സ്വന്തം കാറാണെന്നുള്ള ആ ഒരു ഫീലിംഗ് എടുത്തു. എ സിയുടെ തണുപ്പ്, ആ കാറിന്റെ സീറ്റിന്റെ കംഫർട്ട്, അതിലിരിക്കുമ്പോൾ ഞാൻ ഈ വണ്ടി എന്റെ സ്വന്തം വണ്ടിയാണെന്നുള്ള ഫീലിംഗ്, അതിനകത്തുള്ള ആ ഒരു സ്മെല്ല്, ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ ഫീൽ ചെയ്തു. അപ്പോ അവിടെ നിന്ന് സെയിൽസ്മാൻ പറഞ്ഞു, ആ X3 ആയിരിക്കും നിങ്ങൾക്ക് സൂട്ട് ആവുക എന്ന് പറഞ്ഞു. പക്ഷെ മനസ്സിൽ ഞാൻ അന്നേ ഉറപ്പിച്ചിരുന്നു X7 എന്തായാലും. കാര്യം പുള്ളി പറഞ്ഞത് ഇത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കല്യാൺ ജുവലേഴ്സിന്റെ ഓണർ കല്യാണരാമനാണ് ലാസ്റ്റ് എടുത്തത്. അപ്പം സാറിന് X3 ആയിരിക്കും നല്ലതെന്ന് ഹസ്ബൻഡോട് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ മനസ്സിൽ കുറിച്ചു, എന്തായാലും നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ X7 എടുക്കും. കാര്യം അന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു വണ്ടിയായിരുന്നു X7 എന്ന് പറയുന്നത്. ഏകദേശം 1,65,00,000 രൂപയാണ് അതിന്റെ വില. അന്ന് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ നിരന്തരമായിട്ടുള്ള വിഷ്വലൈസേഷൻ, ടീച്ചറും ഇതൊക്കെ പറഞ്ഞു തരുന്നത്, ഇതൊക്കെ യൂസ് ചെയ്ത് എല്ലാവരും, അത് ഇതൊന്നും വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. മേക്കിംഗ് മണി എന്ന് പറയുന്നത് പ്യുവർ സൈക്കോളജി. നമുക്ക് ശരിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആക്കി വെച്ചാൽ ആർക്കും അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് ഞാൻ എന്റെ ലൈഫ് കൊണ്ട് ഞാനത് ചെയ്ത് കാണിച്ചു തന്നിട്ടാണ് നിങ്ങളോട് പറയുന്നത്. വെറുതെ, അതായത് അത്രയും കംപ്ലീറ്റ് ബെഡ് റിഡൺ അവസ്ഥയിൽ നിന്നും ഇന്ന് ടീച്ചറമ്മ പരിപൂർണ്ണ ആരോഗ്യത്തിൽ നിങ്ങൾ കാണുന്നതാണ്. നമ്മുടെ മറ്റൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയത് നിങ്ങൾ കണ്ടു കാണും, സുജാർ മോഹൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് ടീച്ചറമ്മ ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട്. അപ്പോ അതില് ഞാൻ എന്റെ ലൈഫ്, ഈ ക്ലാസ്സിന് പുറത്തുള്ള എന്റെ ലൈഫ് എങ്ങനെയാണ്, അതാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ആ വീഡിയോയിൽ ഒരുപാട് മോട്ടിവേഷനും കിട്ടാറുണ്ട്. അതുകൊണ്ട് സ്റ്റുഡൻസ് പറയാറുണ്ട് ശരിക്കും വർത്താണത് കാണുന്നത് എന്നുള്ളത്. അപ്പോ ശരിക്കും ഈ ഒരു BMW കാറ് മാനിഫെസ്റ്റിംഗ് നിരന്തരം ആ ഒരു ഫീലിംഗ് എടുത്തതിന് ശേഷം നിരന്തരം അത് ഉപയോഗിച്ച് വിഷ്വലൈസേഷൻ ചെയ്യാൻ തുടങ്ങി. ആ ഒരു കാറ് വാങ്ങുന്നതായിട്ടും അത് നമ്മുടെ കാർ പോർച്ചിൽ കിടക്കുന്നതായിട്ടും, ഞങ്ങൾ ആ കാറില് മൂന്നാറിലൊക്കെ പോയിട്ട് തേയിലത്തോട്ടങ്ങൾക്ക് ഇടയിലുള്ള പിന്നെ റോഡുണ്ടല്ലോ, ആ റോഡിലൂടെ പോയിട്ട് അതിന്റെ സൺറൂഫ് പൊക്കിയിട്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി താങ്ക് യു യൂണിവേഴ്സ് എന്ന് വിളിച്ചു പറയുന്നതായിട്ടൊക്കെ ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. ശരിക്കും ഫീലിംഗോട് കൂടി നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവുക എന്ന് പറയും. ആ ഒരു മാനിഫെസ്റ്റേഷൻ ഈ ഇടയ്ക്ക് ഇന്നലെ യൂട്യൂബിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. എക്സാക്ട്ലി അതുപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതെല്ലാം മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ്സും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് കേട്ടോ. ടീച്ചറമ്മ എപ്പോഴും ഈ 24 മണിക്കൂർ ഇങ്ങനെ ചിരിച്ച് ഹാപ്പി ആയിട്ട് നടക്കുന്ന വെറുതെയാണോ? ഹൈ വൈബ്രേഷനിൽ നടക്കുന്ന വെറുതെയാണോ? മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ നമ്മൾ സന്തോഷമായിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ കാറ് മാനിഫെസ്റ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പ്രോപ്പർട്ടി ആയാലും വീടായാലും വില്ലാസ് ആയാലും ഇതെല്ലാം ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത്, എന്റെ മെന്റർ എന്നെ വിളിക്കുന്ന വിഷ്വലൈസേഷൻ ക്യൂൻ എന്നാണ്. കാര്യം എന്താ, ഞാനത് എന്റെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡൺ എന്നാണ്. അത് എങ്ങനെയാണെന്ന് അറിയില്ല, ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ്. ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്ലാറ്റിനം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട്. അവർക്ക് അന്നേരം കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും അവർ വിഷ്വലൈസേഷൻ ചെയ്യും. ടീച്ചർമ്മയുടെ കൂടെ $1 million മോർണിംഗ് റൊട്ടീൻ പ്രാക്ടീസ് ചെയ്യുന്നത്, ഫുൾ ടൈം എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നതായിട്ടൊക്കെ വിഷ്വലൈസ് ചെയ്ത് അവരെ നേടിയ സ്റ്റോറീസ് പറയാറുണ്ട്. അപ്പോൾ വിഷ്വലൈസേഷൻ ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. നിങ്ങളും യൂസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ കാറ് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കാറിന്റെ ഷോറൂമിൽ പോയിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. അതുപോലെ നിങ്ങളും പിന്നെ നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ, ഇപ്പോൾ ഒരു iPhone 15 Pro Max മേടിക്കണമെന്ന് ആഗ്രഹിക്കും. നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് ഐഫോൺ കയ്യിൽ വെച്ചിട്ട് ശരിക്കും അതിന്റെ ഫീലിംഗ് ഇടുക. അത് നിങ്ങളുടെ സ്വന്തമാക്കി കഴിഞ്ഞതായിട്ട് നിങ്ങൾ അതിന്റെ ഫീലിംഗ് ഇടുക. അപ്പൊ നമുക്ക് അത് വാങ്ങിക്കാൻ ഒരു വഴി തെളിയുന്നതാണ് ശരിക്കും പ്യുവർ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടേതായി കഴിഞ്ഞു, നമ്മളെ നേടിക്കഴിഞ്ഞു എന്നുള്ള ഫീലിംഗിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് നമുക്ക് മാനിഫെസ്റ്റ് ആക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മിക്ക ആളുകൾക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്നറിയുമോ? മിക്കവർക്കും മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ അഫർമേഷൻ ഒക്കെ പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഐ എം എ മണി മാഗ്നറ്റ്, ഐ എം റിച്ച് എന്നൊക്കെ അഫർമേഷൻ പറയും. ബട്ട് ഇൻസൈഡ് ദേ ഫീൽ ബ്രോക്ക്. അവരുടെ ഉള്ളില് അവര് ഭയങ്കരമായിട്ട്, അതായത് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ, ഇപ്പൊ അവർക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിളിലാണെങ്കിലും അവരുടെ മനസ്സിനകത്ത് മൊത്തം ആ നെഗറ്റീവ് ഫീലിംഗ് വെച്ചിട്ട് അഫർമേഷൻ പറഞ്ഞ് അത് വർക്ക് ചെയ്യോ? അപ്പൊ ഐ വോണ്ട് ലവ് എന്നവർ പറയും, പക്ഷെ അവരുടെ ഉള്ളില് അവർ ഫീൽ ചെയ്തത് ലോൺലി, ഡെസ്പറേറ്റ്, ആ ഒരു ഫീലിംഗ് ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മനസ്സിനകത്ത് മൊത്തം നെഗറ്റീവ് വെച്ചിട്ട് നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ പറഞ്ഞാൽ അതിൽ മാറ്റം വരില്ല. ശരിക്കും ഫീൽ ചെയ്തുകൊണ്ട് പറയണം. ഐ എം ഹാപ്പി എന്ന് പറയുമ്പോൾ ശരിക്കും ഹാപ്പിനെസ് ആയിരിക്കണം. പലരും പുറമെ ഹാപ്പിനെസ് കാണിക്കാറുണ്ട്, പക്ഷെ ഉള്ളുകൊണ്ട് ഹാപ്പി ആണോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. യൂണിവേഴ്സ് ഡസന്റ് ഗീവ് യു what you say, it gives what you feel deep inside. എന്ത് വല്ല സെന്റൻസ് ആണെന്ന് നോക്കിയേ.
യൂണിവേഴ്സ് ഡസൻ ഗിവ് യു വാട്ട് യു സേ. നിങ്ങൾ എന്താണ് പറയുന്നത് അതല്ല യൂണിവേഴ്സ് തരുന്നത്. യൂണിവേഴ്സ് തരുന്നത് വാട്ട് യു ഫീൽ ഡീപ് ഇൻസൈഡ്. നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഫീലിംഗ് എന്താ? ഇപ്പൊ ടീച്ചറമ്മയ്ക്ക് BMW മേടിക്കണമായിരുന്നു, ഞാൻ എന്റെ മനസ്സിനകത്ത് അത് മേടിച്ചു കഴിഞ്ഞു എന്നുള്ള ഫീലിംഗിലേക്ക് എത്തിയപ്പോഴാ അത് മാനിഫെസ്റ്റ് ആയത് അല്ലെ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, വീടാണ് വേണ്ടത്, ഇപ്പൊ നമ്മൾ റെന്റൽ ഹോമിലെ താമസിക്കുമ്പോൾ ഒരു വീടാണ് വേണ്ടതെങ്കിൽ അത് നേടിക്കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഡീപ് ഫീലിംഗിലേക്ക്, നേടിക്കഴിഞ്ഞ ഫീലിംഗിലേക്ക് എത്തുമ്പോഴേ അത് നമ്മളിലേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സുകൊണ്ട് എപ്പോഴും പ്യുവർ ആയിരിക്കണം, ശുദ്ധനായിരിക്കണം. ടീച്ചറും എല്ലാ ക്ലാസ്സിലും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മനസ്സിനകത്ത് നന്മയുണ്ടായിരിക്കണം. നമ്മൾ പുറമേ എന്ത് ഷോ ഓഫ് കാണിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ എന്താണ്, നമ്മുടെ ഉള്ളിൽ ഹൂ വി ആർ ഇൻസൈഡ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് അത്രയും നമ്മൾ മനസ്സുകൊണ്ട് ശുദ്ധരാവുക. ചില ആൾക്കാരുണ്ട് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഈ വക്രബുദ്ധിക്കാരായിട്ടുള്ള ആൾക്കാരെ പറ്റിക്കുകയും തട്ടിക്കുകയും വഞ്ചിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടില്ല. അവര് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അങ്ങനെയുള്ള ആൾക്കാരെ അവരുടെ ലൈഫിലേക്ക് ആകർഷിക്കുള്ളൂ. ഇപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് പ്രോസസ് ഒക്കെ ഒഴിവാക്കി എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് നമ്മൾ ഒഴിവാക്കണം. അതായത് ഒരു സൈഡിൽ കൂടെ ഐ എം റിച്ച് അല്ലെങ്കിൽ ഐ എം എ മില്യനെയർ എന്ന അഫർമേഷൻ പറയും, പക്ഷെ ഉള്ളിന്റെ ഉള്ളില് എനിക്ക് കയ്യിൽ 5 പൈസ എടുക്കാനില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ്. സി, പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് രണ്ടും കൂടെ ചേരുമ്പോൾ ന്യൂട്രൽ ആയി. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ആ ഡൗട്ട് ഒഴിവാക്കിയിട്ട് ശരിക്കും മില്യനെയർ ആയി കഴിഞ്ഞു എന്ന് വിശ്വസിക്കാം. മിക്കവർക്കും മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിന്റെ റീസൺ അത് അഫർമേഷൻ പറയും, പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ മനസ്സിന്റെ ഉള്ളിലെ ചിന്ത മൊത്തം നെഗറ്റീവാണ്. യുവർ ഫീലിങ്സ് ആർ യുവർ മാഗ്നറ്റ്. തോർത്തണം. അതുകൊണ്ടല്ലേ എപ്പോഴും ഹൈ എനർജിയിൽ നിൽക്കാനായിട്ട് ടീച്ചർമ്മ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. ഒരു പാവപ്പെട്ടവൻ മില്യനെയർ ആയി തീർന്ന കഥ. ഫേമസ് ഹോളിവുഡ് ആക്ടർ ആയിട്ടുള്ള ജിം കാരിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജിം കാരി 1980-കളില് ഈ ജിം കാരി വളരെ സ്ട്രഗിൾ ചെയ്യുന്ന, ലൈഫിൽ ഒത്തിരി കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആക്ടിങ്ങിലും അദ്ദേഹം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മനുഷ്യരും അറിയപ്പെടാത്ത, ഒട്ടും ഫേമസ് അല്ലാത്തൊരു വ്യക്തിയായിരുന്നു 1980-കളിൽ. പക്ഷെ അദ്ദേഹം ഉണ്ടല്ലോ ഒരു സീക്രട്ട് ടെക്നിക്ക് യൂസ് ചെയ്യായിരുന്നു. എല്ലാ രാത്രികളിലും അദ്ദേഹം ലോസ് ഏഞ്ചൽസിലെ കുന്നുകളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അദ്ദേഹം ഒരു ഫേമസ് ആക്ടറായി തീർന്നതായിട്ട് എന്നും വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. എല്ലാ രാത്രിയും എവറി സിംഗിൾ ഡേ അദ്ദേഹം അത് വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് $10 മില്യൺ ഒരു ചെക്ക് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ എഴുതി 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റും അതിലിട്ടിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ഇത് മടക്കി അദ്ദേഹത്തിന്റെ വാലറ്റിനകത്ത്, പേഴ്സിനകത്ത് വെച്ചിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് നോക്കിയിട്ട് ശരിക്കും അദ്ദേഹം അത് നേടിക്കഴിഞ്ഞതായിട്ട് അദ്ദേഹം മനസ്സിൽ എപ്പോഴും ചിന്തിച്ചു. എന്താണ് മാജിക് സംഭവിച്ചെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കൃത്യം 5 വർഷങ്ങൾക്ക് ശേഷം ജിം കാരിക്ക് ഡംബ് ആൻഡ് ഡംബർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി സെയിം എമൗണ്ട് $10 മില്യൺ ചെക്ക് ലഭിക്കുകയുണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ചതൊക്കെ. അത്രയും ബുദ്ധിമുട്ടിയിരുന്ന, സ്ട്രഗിൾ ചെയ്തിരുന്ന ജിം കാരി ഒരു മാജിക്കിലൂടെ എങ്ങനെയാണ് $10 മില്യൺ നേടിയെടുത്തതെന്ന്. അപ്പൊ ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ലോകം. ലോ ഓഫ് അട്രാക്ഷന്റെ ലോകം മാജിക്കിന്റെ ലോകമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചത്, ടീച്ചറമ്മ ഒരു സ്കൂൾ അധ്യാപികയിൽ നിന്ന് ഒരു കുഞ്ഞു സാലറിയിൽ നിന്ന് ഇന്ന് മാസം ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന ലെവലിലേക്ക് എത്തി. ശരിക്കും ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ കടുത്ത ആരാധികയാണ്. എന്റെ ലൈഫിൽ ഇന്ന് ഞാൻ ഈ നിമിഷം വരെ എന്തൊക്കെ നേടിയിട്ടുണ്ടോ, പ്യുവർ ലോ ഓഫ് അട്രാക്ഷൻ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. എല്ലാവരും കറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോ യൂണിവേഴ്സ് ഗീവ്സ് യു, അതായത് നമ്മൾ ട്രൂലി ബിലീവ് ചെയ്യുന്ന കാര്യം, യൂണിവേഴ്സ് ഗീവ്സ് യു ദാറ്റ് യു ട്രൂലി ബിലീവ് ഇൻ. നിങ്ങൾ എന്താണ് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് അതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ആഗ്രഹമുള്ളത് നേടിയെടുക്കാനുള്ള 3 സ്റ്റെപ്പ് ഫോർമുലയാണ് ടീച്ചറമ്മ പറയാൻ പോകുന്നത്. എല്ലാവരും എഴുതിയെടുത്തോണേ. 3 സ്റ്റെപ്പ് ഫോർമുല. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി ഉണ്ടാകണം. റൈറ്റ് ഡൗൺ എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് എഴുതി വെക്കണം. ഐ വാണ്ട് മണി, എനിക്ക് പണം വേണം എന്നല്ല.
മാസം എത്ര രൂപ വരുമാനം വേണം? ഞാൻ എല്ലാ മാസവും 1,00,000 രൂപ സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എല്ലാ മാസവും 10,00,000 രൂപ എല്ലാ മാസവും സമ്പാദിക്കുന്നു എന്നുള്ളൊരു ക്ലാരിറ്റി വേണം. പലർക്കും ക്ലാരിറ്റി ഇല്ല. എനിക്ക് സമ്പന്നനാകണം, കോടീശ്വരനാകണം, ബില്യനെയർ ആകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ക്ലാരിറ്റി ഇല്ല. കൃത്യമായിട്ട് എന്താണ് വേണ്ടത് എന്ന് ക്ലാരിറ്റി ഇല്ല. അപ്പൊ അതിന് ക്ലാരിറ്റി വരുത്തുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീൽ ഇറ്റ് നൗ. കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ അത് നേടിക്കഴിഞ്ഞിട്ട് അപ്പൊ മാസം 1,00,000 രൂപ വരുമാനം വേണമെന്നുള്ള ഒരു ഗോളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ അത് കണ്ണടച്ച് നിങ്ങൾക്ക് ആ 1,00,000 രൂപ അക്കൗണ്ടിലേക്ക് വരുന്നതായും എല്ലാ മാസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നതായും, ആ പൈസ വരുമ്പോ നിങ്ങൾ പുതിയ പ്രോപ്പർട്ടി വാങ്ങി അതിൽ വീട് വയ്ക്കുന്നു, നിങ്ങൾ കാറ് മേടിക്കുന്നു, നിങ്ങളുടെ ലൈഫ് ടോട്ടലി മാറുന്നതായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് വിശ്വസിക്കുക അത് ഓൾറെഡി നേടിക്കഴിഞ്ഞു എന്ന്. ഓക്കെ, feel the emotions of success, wealth or love as if it is real. ശരിക്കും നേടിക്കഴിഞ്ഞ പോലെ നമ്മൾ ഫീൽ ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്ക് ആക്ഷൻ. ആക്ഷൻ എടുക്കാതെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യൂല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന കുഞ്ഞു 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 സ്റ്റെപ്സ് എടുക്കാം. 1,00,000 രൂപ വരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കുക, അതിനു വേണ്ടുന്ന ആക്ഷൻ എടുക്കുക. യൂണിവേഴ്സ് ലവ്സ് ആക്ഷൻ ടേക്കേഴ്സ്. ആക്ഷൻ എടുക്കുന്നവരെ യൂണിവേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നിങ്ങൾക്ക് ഞാനൊരു ചലഞ്ച് തരാൻ പോവാണ്. ഓക്കെ, ഐ ഹാവ് എ ഗ്രേറ്റ് ചലഞ്ച് ഫോർ യു. റെഡിയാണോ? ചലഞ്ച് സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ടുള്ളവര് ശ്രദ്ധിച്ചിരിക്കും. നിങ്ങൾക്ക് അടുത്ത 30 ദിവസത്തിനുള്ളിൽ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് എന്ന് എല്ലാവരും കമന്റിലേക്ക് ഇട്ടേ, ചാറ്റ് ബോക്സിലേക്ക് ഇട്ടേ, സൂമിലുള്ളവരാണെങ്കിൽ. അതായത് നിങ്ങൾക്ക് അടുത്ത 30 ദിവസത്തിനുള്ളിൽ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് എല്ലാവരും കമന്റിലേക്ക് ഇട്ടേ. ചിലർക്ക് 5,00,000 രൂപ മാസ വരുമാനമായിരിക്കും, അല്ലെങ്കിൽ 5,00,000 രൂപയായിരിക്കും. ഡ്രീം ജോബ് വേണമെന്നായിരിക്കും, അല്ലെങ്കിൽ സാലറി ഹൈക്ക് വേണമെന്നായിരിക്കും, അല്ലെങ്കിൽ പിന്നെ വേറെന്താണ്, എവിടെയെങ്കിലും സ്ഥലത്ത് ആഗ്രഹിച്ച പോലെ ട്രിപ്പ് പോകണമെന്നായിരിക്കും, വെക്കേഷന് നല്ല ഒരു എന്താ പറയാ ആഗ്രഹിച്ചൊരു ഇന്റർനാഷണൽ ട്രിപ്പിന് പോകണമെന്നായിരിക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലുള്ള റിലേഷൻഷിപ്പ് ഹീലാകണമെന്നായിരിക്കും. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഓരോരുത്തരും ചാറ്റ് ബോക്സിലേക്ക് ഇട്ടെ. ഓക്കെ, അപ്പോ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നേടാനായി ടീച്ചർമ്മയുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇത് ഈ ക്ലാസ് യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലെ കമന്റ് സെക്ഷനിൽ കമന്റ് ഇടുക. കമന്റ് ഇടുന്നവർക്കൊക്കെ ടീച്ചർമ്മ ബ്ലെസ്സിങ്സ് തരുന്നതായിരിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കാനായിട്ട്. അപ്പോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ടീച്ചർമ്മയോട് പറയണം കേട്ടോ. അപ്പൊ അതുപോലെ ഞാൻ ഈ പറഞ്ഞ 3 സ്റ്റെപ്സ് നിങ്ങൾ യൂസ് ചെയ്യാം. ഇതുപോലുള്ള ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ റിമെമ്പർ, യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ റിയാലിറ്റി. നമ്മുടെ ലൈഫിന്റെ ക്രിയേറ്റർ ആരാണ്? നമ്മൾ തന്നെയാണ്. സോ ഗോ മാനിഫെസ്റ്റ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ടീച്ചർമ്മ ബ്ലസ് ചെയ്യാണ് കേട്ടോ.